ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫുഡി മലബാരി. ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഷെയർ ചെയ്യണത്. നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതെ, മാഷാല്ല, നമ്മളൊരു കാർ എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളും പിന്നെ എൻ്റെ അമ്മാവിൻ്റെ കടയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അവിടെ പോയ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മളിപ്പോൾ ആദ്യത്തെ പോലെ റീസെൻ്റ് ആയിട്ട് അങ്ങനെ ഡെയിലി വ്ളോഗ്സ് ഒന്നും കൂടുതലായിട്ട് ചെയ്യണില്ലല്ലോ. അപ്പോൾ പിന്നെ വണ്ടി വാങ്ങിയത് മാത്രമായിട്ട് ഇപ്പോൾ എങ്ങനെ ഒരു വീഡിയോ ചെയ്യുക, അപ്പോൾ അതൊന്നും ചെയ്യണില്ല എന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ നമ്മളൊരു 4 വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്ത് പുറത്ത് പോയപ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഷാ അല്ലാ ഞാനിപ്പോൾ ഫോർഡിൻ്റെ ഫിഗോ ആണ് യൂസ് ചെയ്യുന്നത്, നല്ലൊരു വണ്ടി വാങ്ങണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ഒരു വണ്ടിയാണ് കേട്ടോ ഇത്. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്കെപ്പോഴും പുതിയ വണ്ടി വാങ്ങുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ മൈൻഡിലുള്ളത്. പക്ഷേ ഹസ്ബൻഡിന് യൂസ്ഡ് കാറിൻ്റെ ഷോപ്പ് ആയതുകൊണ്ട് ആളൊരിക്കലും പുതിയ വണ്ടി വാങ്ങാൻ സമ്മതിക്കൂല. എന്തായാലും നമുക്കൊരു വണ്ടി വേണമല്ലോ. അപ്പം അങ്ങനെ മാഷാ അല്ലാ 2022 മോഡൽ MG ഹെക്ടറാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ മണിക്കൂട്ടിന് സൺറൂഫുള്ള വണ്ടിയോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സൺറൂഫുള്ള വണ്ടി കിട്ടുകയാണെങ്കിൽ നല്ലതെന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു വണ്ടി കിട്ടി. അപ്പോൾ വണ്ടിയൊക്കെ ഇല്ലുവാണ് കേട്ടോ സെലക്ട് ചെയ്തത്. എനിക്ക് വണ്ടീനെ കുറിച്ചൊന്നും അറിയില്ല. നമ്മൾ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഫോർഡ് ഫിഗോ ആണ് കേട്ടോ. അപ്പോൾ ആ വണ്ടി അപ്പോൾ മാക്സിമം അങ്ങോട്ട് യൂസ് ചെയ്ത് 4 വർഷം മുമ്പ് എടുത്തതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രൈവിങ് നന്നായിട്ട് പഠിഞ്ഞു കേട്ടോ. ഏത് ചെറിയ റോഡിലൂടെയും പോകാൻ നമുക്ക് പഠിഞ്ഞു. ഡ്രൈവിങ് പഠിച്ച ആ ഒരു ലൈസൻസ് കിട്ടിയ സമയത്താണ് അത് എടുക്കണത്. അന്നും എനിക്ക് പുതിയ വണ്ടി എടുക്കാനായിരുന്നു കേട്ടോ ആഗ്രഹം. ഒരു അൾട്ടോ ആണെങ്കിലും പുതിയത് എടുക്കണം എന്നായിരുന്നു. പക്ഷെ അത് പുതിയതാണെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഡ്രൈവിങ് അറിയില്ലായിരുന്നു കേട്ടോ. കാരണം പുതിയ വണ്ടി ആകുമ്പോൾ നമ്മൾ അവിടെ ഇവിടെയും തട്ടുമോ എന്നൊക്കെ നോക്കിയിട്ട് പേടിച്ചിട്ടാണല്ലോ ഡ്രൈവ് ചെയ്യുക. അപ്പോൾ പഴയതായതുകൊണ്ട് അതിൽ ഫുള്ള് സ്ക്രാച്ചസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി എടുത്തിട്ട് വരികയാണ്. നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോണത്. ഇല്ലുവിൻ്റെ ഒരു ഫ്രണ്ടും പിന്നെ അതുപോലെ ഉമ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ ചില്ലീസിക്കാണ് കേട്ടോ പോയത്. അവിടുന്ന് ബ്രോസ്റ്റഡും അൽഫാമും മന്തി അങ്ങനെ എല്ലാം കൂടെ, കാരണം വണ്ടി എടുത്തതാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ചേർത്തിട്ട് കുറച്ച് ലാവിഷായിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇല്ലുവിൻ്റെ ഫ്രണ്ട് പെരിന്തൽമണ്ണ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞാനാണ് കേട്ടോ ഡ്രൈവ് ചെയ്തത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നിയില്ല. നമ്മളിതിൻ്റെ ഇടയിൽ വേറൊരു വണ്ടി എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിസാൻ്റെ ടെറാനോ എന്നുള്ള വണ്ടി എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് ക്ലച്ചൊക്കെ ചവിട്ടുമ്പോൾ കാലിന് നല്ല, ഇല്ലുവിന് യൂസ്ഡ് കാർ ആയതുകൊണ്ട് ഇല്ലുവിൻ്റെ കടയിൽ ഇങ്ങനെ വരുന്ന വണ്ടി നമുക്ക് നല്ലതാണെങ്കിൽ എടുക്കാമെന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് എനിക്ക് ക്ലച്ച് ചവിട്ടിയിട്ട് ബ്ലോക്കിലൊക്കെ നിർത്തുമ്പോൾ നല്ല കാൽവേദന ഉണ്ടായിരുന്നു. ഇതിനങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഫിഗോ ഓടിക്കണം അതുപോലെ തന്നെയാണ് കേട്ടോ ഇതെനിക്ക് തോന്നിയത്. എനിക്ക് നല്ല സന്തോഷമായി ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ. പിന്നെ നമ്മൾ ഈ വണ്ടി ഇതുപോലെ തന്നെ ഇനി ഉണ്ടാവണം എന്നില്ലല്ലോ, അതായത് സ്ക്രാച്ചസ് ഒക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നല്ല വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ. നമ്മൾ അടുത്തുള്ളൊരു പാടമൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ വന്നിട്ട് കുറച്ച് വീഡിയോസ് എടുത്തതാണ്. കാരണം നമ്മൾ വണ്ടി എടുത്ത സമയത്ത് വണ്ടി എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഫോട്ടോ എടുത്ത് വെക്കണമല്ലോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, എരവിമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ മയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അല്ലൂട്ടനെ ഞങ്ങൾ മയിലിനെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. നമ്മൾ പെരിന്തൽമണ്ണ പേളകൂണിൽ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങോട്ട് പോയതാണ് കേട്ടോ. അവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. ഫുഡ് മാത്രമല്ല, ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളിങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിവിടുന്ന് ബിരിയാണി, മന്തി, അൽഫാമൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എല്ലാം അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതുവരെ അവിടെ പോവാത്തതിൽ എനിക്ക് സങ്കടം തോന്നിയിട്ടോ. കാരണം ഇത്രയും ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻറ്റ്, ഇത് കുറച്ചിങ്ങനെ ഉള്ളിലേക്കായതുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റാണ് കേട്ടോ അവിടെ. പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് എനിക്കൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യാനുണ്ടായിരുന്നു. കുറച്ച് പ്രോഡക്റ്റ്സ് കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതൊന്ന് ചെയ്ത് നോക്കണമല്ലോ. അതായത് നമ്മൾ വേറെയുള്ളവർക്ക് പരിചയപ്പെടുത്തുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് നല്ലപോലെ ചെയ്ത് നോക്കി നല്ലതാണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ റിവ്യൂ ചെയ്യലുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് ജസ്റ്റ് കുറച്ച് പൊടിയൊക്കെ വാട്ടി പൂവട ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു മേക്കറാണ് കേട്ടോ. പൂരി മേക്കറാണ്, പൂരി ആൻഡ് മോമോ മേക്കറാണ്. അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് മുമ്പൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വീഡിയോ ചെയ്യണമെങ്കിൽ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്നതാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 6 ഉരുള മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ, പൊടി വാട്ടിയിട്ട്. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടണ പോലെ. കാരണം ഇത് ശരിയാവുമോ എന്ന് അറിഞ്ഞാൽ മതിയല്ലോ. പക്ഷേ അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് തോന്നി, കാരണം നല്ലൊരു വെയിറ്റുള്ള പ്രൊഡക്റ്റാണ്. മീഷോന്ന് സെയിം ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതിന് മുമ്പ്, പക്ഷേ അത് തീരെ കട്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ മാവ് അങ്ങനെ അധികം അങ്ങോട്ട് കുഴച്ചെടുക്കാത്തതുകൊണ്ട് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചു. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ആദ്യമായിട്ട് അതിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറുതാണ് കേട്ടോ, നിങ്ങൾക്ക് എന്നെ കയ്യിൽ വെച്ചത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ചെറിയ പൂവടയാണ്. നമുക്കിതിൽ മോമോസ്, പൂവട, പൂരി ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, 5 എണ്ണം ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ഉമ്മമാക്ക് വണ്ടി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തറവാട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അല്ലൂട്ടൻ്റെ അതേ ഏജാണ് കേട്ടോ എൻ്റെ എളാപ്പാൻ്റെ മോന് നെസു ബേബി. അപ്പോൾ ഒരു രണ്ടാൾ നല്ല കളിയാണ്, ഒരാൾ അങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേനും ഒരാൾ അങ്ങോട്ട് ഓടും. അങ്ങനെ ഉപ്പ ഓരെ കൊണ്ട് കുടുങ്ങിട്ടോ. മുറ്റത്ത് ഇറങ്ങി കഴിഞ്ഞാൽ രണ്ടാളും കണക്കാണ്. അവർക്ക് പിന്നെ വേറെ എൻജോയ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ, മുറ്റത്ത് ഇറങ്ങുക കളിക്കുക അതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. രണ്ടാളും നല്ല വില്ലന്മാരാണ് കേട്ടോ. ആ മതിലൊക്കെ ചാടി കടന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള ശ്രമമാണ്. പിന്നെ എനിക്കൊരു റെസിപ്പി വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ, ഒരു പ്രൊമോഷനായിരുന്നു ഇൻസ്റ്റാഗ്രാമിലേക്ക്. അപ്പോൾ അത് ചെയ്തിട്ട് ഞങ്ങൾ ഇന്ന് വേറൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മാവൻ്റെ കടയുടെ ഉദ്ഘാടനമാണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, പെരിന്തൽമണ്ണ 24 അവിൽ മിൽക്ക്, അതെൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കടയാണ് കേട്ടോ 24. അപ്പോൾ എൻ്റെ ഒരു അമ്മാവന് പ്ലാമന്തോട് അതിൻ്റെ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല മഴയായിരുന്നു കേട്ടോ ഇറങ്ങി കഴിഞ്ഞപ്പോൾ. ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ, ഉപ്പയും ഉമ്മയും കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ്. പിന്നെ ഉമ്മാൻ്റെ വീട് കട്ടുപ്പാറയാണ്. അപ്പോൾ അവിടുന്ന് ബാക്കിയുള്ളവരും വരും, അമ്മായിമാരും അമ്മമാരും ബാക്കിയുള്ളവരെല്ലാവരും കൂടെ അങ്ങോട്ട് വരും. പ്ലാമന്തോളാണല്ലോ, നമ്മളാണല്ലോ കുറച്ച് ഇപ്പുറത്ത് കുന്നപ്പള്ളി. ഞാൻ വന്നിട്ട് റിബൺ കട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് ഇവിടെ വന്നപ്പോൾ ആരോ അറിയാതെ കട്ട് ചെയ്ത് പോയിത്ര റിബൺ. ആർക്കും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ റിബൺ കട്ട് ചെയ്യലെന്നല്ലല്ലോ അല്ലേ മെയിൻ, നമുക്ക് ഇവിടുത്തെ അവിൽ മിൽക്കല്ലേ. അപ്പോൾ നമുക്ക് അവിൽ മിൽക്കൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ, അമ്മാവൻ്റെ ഫ്രണ്ട്സും പിന്നെ നാട്ടിലത്തെ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പായസം ഉണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മൾ പായസമൊക്കെ കുടിച്ചു. അമ്മാവൻ്റെ 2 കുട്ടികളാണ് കേട്ടോ ഇവിടെ നിൽക്കുക കടയിൽ. പിന്നെ നമ്മുടെ പെരിന്തൽമണ്ണയിൽ കിട്ടുന്ന അതേ അവിൽ മിൽക്കിന് പ്ലാമന്തോളും കിട്ടും കേട്ടോ. 24 അവിൽ മിൽക്കിൽ നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, വെറും 20 രൂപയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള അവിൽ മിൽക്ക് കിട്ടും. പിന്നെ ഫ്ലേവേർഡ് ആണെങ്കിൽ 25 രൂപ കേട്ടോ. സ്ട്രോബെറി, പിസ്ത, അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. 24 മണിക്കൂർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ 24 അവിൽ മിൽക്ക് എന്ന് പേര് വന്നത്. മൂതയിൽ ബേക്കറി എന്നായിരുന്നു ആദ്യം പേര്, പിന്നെ വ്ളോഗേഴ്സൊക്കെ കൂടെ പേര് മാറ്റി 24 ആക്കിയതാണ്. പക്ഷേ ഇവിടെ 24 അവേഴ്സ് ഇല്ല കേട്ടോ, ഇവിടെ വൈകുന്നേരം രാത്രി വരെ ഉള്ളൂ. എന്തായാലും അവിടുത്തെ അതേ അവിൽ മിൽക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കുടിക്കാം. ഇത് പ്ലാമന്തോൾ ബസ് സ്റ്റാൻഡിൽ ആ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്ലാമന്തോളൊക്കെ പോകുന്ന സമയത്ത് ഒരു തവണ ഈ അവിൽ മിൽക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങളിതിൽ അഡിക്റ്റ് ആയിട്ട് മാറും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ അവിൽ മിൽക്ക് എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള അവിൽ മിൽക്കാണ് കേട്ടോ. ഒരുപാട് ഐസ്ക്രീംസും നട്ട്സും അങ്ങനെ ഇട്ടിട്ടുള്ള റിച്ച് ആയിട്ടുള്ള അവിൽ മിൽക്കായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്. 20 രൂപക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ നല്ല വേർത്തായിട്ടുള്ളൊരു അവിൽ മിൽക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പ. ഞങ്ങളെല്ലാവരും ഇക്കാക്കാന്നാണ് വിളിക്കുക. അതായത് മക്കളും പേരക്കുട്ടികളും എൻ്റെ കുട്ടികളും എല്ലാവരും ഇക്കാക്കാൻ തന്നെയാണ് വിളിക്കുക. അപ്പോൾ ഞങ്ങൾ ഇക്കാക്ക ഒരുപാടൊരു 40 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ഈ ഒരു കൂൾ ബാർ. പെരിന്തൽമണ്ണ ജംഗ്ഷനിലായിരുന്നു ആദ്യം, പിന്നെ കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് ഇപ്പോൾ കാദറലി ക്ലബിൻ്റെ ഒക്കെ അവിടെ ആയിട്ടാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. ഇപ്പോൾ മാഷാല്ലാ പ്ലാമന്തോടും അതിൻ്റെ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അവിൽ മിൽക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. പായസം അങ്ങനെ അവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിൽ മിൽക്കിൽ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. സ്ട്രോബെറി, പിസ്ത, ബദാം, ടെൻഡർ കോക്കനട്ട്, ബൂസ്റ്റ്, അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഇവിടുത്തെ നോർമൽ അവിൽ മിൽക്കാണ് കേട്ടോ. മണിക്കൂട്ടിനാണെങ്കിൽ ഇവിടുത്തെ ബൂസ്റ്റാണ് ഇഷ്ടം. പിന്നെ കുറേ പേര് ബൂസ്റ്റ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സ്ട്രോബെറി, ചോക്ലേറ്റ് അങ്ങനെ പല ഫ്ലേവറിലും ഉണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഫ്ലേവേഴ്സൊക്കെ ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ ഇതാ ഓരോരുത്തരായിട്ട് വരികയാണ് കേട്ടോ. ഇതിൻ്റെ ചെറിയ അമ്മാവൻ്റെ മോളാണ്. എന്നോട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ കുട്ടിയാണോ എന്ന്. അപ്പോൾ ഇതിൻ്റെ ചെറിയ അമ്മാവൻ്റെ മോളാണ്. പിന്നെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഓരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് കണ്ടുപ്പാർക്ക്. അപ്പം അങ്ങനെ നമ്മുടെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലാമന്തോളൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് അവിൽ മിൽക്ക് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.